ചൈനയിൽ കുറച്ച് റിസർച്ചേഴ്സ് കൂടിക്കാണ്ട് നടത്തിയ ഒരു സ്റ്റഡിയാണ് അല്ലെങ്കിൽ ഒരു റിസർച്ച് ആണത് ഈ ബാംബു ട്രീ തിയറി പറയുന്നത്. അതായത് ഒരു നമ്മുടെ നാട്ടിലത്തെ ഈ മുള ഉണ്ടല്ലോ, നമ്മളെ പച്ചമുള ബാമ്പു എന്ന് പറയുന്നത് പോലെ അത് നട്ടു. അത് നട്ടൊരു 4-5 വർഷം പോലെ നല്ല പോലെ ടേക്ക് കെയർ ചെയ്തു. വാട്ടർ ഒഴിച്ചു കൊടുത്തു, അതിന് വേണ്ട റെഡിയാക്കി ഒക്കെ കൊടുത്തു, സൺലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ ഇത് 5 വർഷം കഴിഞ്ഞിട്ടും 5 വർഷം ആവോള് തോന്നുന്നു ഇതിനൊരു മാറ്റമല്ല, ഒരു രോഗം ഒരു വളർച്ച ഒന്നും കാണില്ല. അങ്ങനെ ലാസ്റ്റ് 5 വർഷത്തിന് ശേഷമാണ് വെറും 6 ആഴ്ച കൊണ്ട്, അതായത് 1.5 മാസം കൊണ്ട് ഇത് 90 അടി ഉയരത്തിലേക്കാണ് ഈ മുള ഉണ്ടായി വന്നത്. അപ്പൊ ആ തിയറി പറഞ്ഞു വന്നത് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കൺസിസ്റ്റൻസി. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ് കൺസിസ്റ്റൻസി. നമ്മൾ എന്ത് സാധനം ചെയ്യണമെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് കൺസിസ്റ്റൻസി. സോ അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് വേണ്ടി എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മുബഷിർ. ഞങ്ങൾ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവണേ പോലെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യാറുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫസ്റ്റ് തന്നെ പറയുന്നത്, നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോഴും അതിന് കൺസിസ്റ്റൻസി ആവുക. അതായത് എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിലൊരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്നാണല്ലോ. നമ്മൾ ഈ ഒരു കാര്യം പെർഫെക്റ്റ് ആയി ചെയ്തിട്ടില്ലെങ്കിലും അത് ഡെയിലി ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമ്മൾ ആ സക്സസിലേക്ക് പോകുന്നതാണ്. ഇപ്പൊ ഞാൻ കുറച്ച് പോയിന്റ് വെച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത. ഫസ്റ്റത്തേണത് കൺസിസ്റ്റൻസി ഈസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ, ഇറ്റ്സ് അബൌട്ട് ഷോ അപ്പ് എവരി സിംഗിൾ ഡേ. അതായത് നമ്മൾ എന്ത് സംഭവം ചെയ്യുകയാണെങ്കിലും അതിനെ പെർഫെക്റ്റ് ആയി ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും, ഡെയിലി ചെയ്യാൻ നോക്കുക. അതായത് ഡെയിലി ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്ത് വരുന്ന സംഭവം എന്ത് ചെയ്യും, ചിലപ്പോൾ ചില ദിവസം നമുക്ക് പെർഫെക്റ്റ് ആയി ചെയ്യാൻ ബൈക്കോളം ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ചെടിന്റെ അളവ് കുറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഡെയിലി ഒരു 10 മിനിറ്റ് ഓടാൻ പോകുന്ന ആള് ഇപ്പൊ ഡെയിലി അങ്ങനെ പോയിക്കോളാൻ പറ്റിക്കോളാൻ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യുക, ജസ്റ്റ് 5 മിനിറ്റ് ഓടാൻ പോവുക. അതായത് ഡെയിലി ഷോ അപ്പ് ചെയ്യുക, ഡെയിലി ആ സംഭവം ചെയ്യുക. അത് എത്ര പെർഫെക്റ്റ് ആണ് എല്ലായിടവും നോക്കുന്നത്, ഡെയിലി ചെയ്യുക. ഓക്കെ. രണ്ടാമത്തെ 1% ഇമ്പ്രൂവ്മെന്റ് ഡെയിലി. അറ്റോമിക് ഹാബിറ്റ്സ് പറഞ്ഞ ബുക്ക് ഉണ്ട്, നമ്മുടെ ഈ ഹാബിറ്റ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന. അതിൽ എൻ്റെ ഓദർ പറയുന്നത് നമ്മൾ ഡെയിലി 1% വെച്ചാണ് ബെറ്റർ ആയാൽ ഒരു സംഭവത്തിനെ ഒരു സ്കില്ലുമേ എന്നൊരു ഹാബിറ്റുമേ ഡെയിലി 1% വെച്ച് ബെറ്റർ ആയി കഴിഞ്ഞാൽ നമ്മളൊരു വർഷം കഴിയുമ്പോഴത്തേന്, ഒരു വർഷത്തേക്ക് അങ്ങനെ ഡെയിലി ബെറ്റർ ആയി കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേന് 3.7 ടൈംസ് നമ്മൾ ബെറ്റർ ആയിക്കും. അതായത് നമ്മൾ അത്രയും മേലേക്ക് എത്തിയേക്കും. നമ്മളിപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നമ്മളെല്ലാവരും ഒരേ മാതിരിയാണ്. അപ്പോൾ നമ്മൾ മാത്രം ഇപ്പോൾ ഒരു കാര്യം ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് തരാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് അതിന്റെ റിസൾട്ട് ഒന്നും കാണാൻ പറ്റില്ല. മറ്റേ ബൗണ്ടറിന്റെ ഇത് പറഞ്ഞാൽ മതി, ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ഫസ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ റെഡി ആക്കി കയറും, പിന്നെ പെട്ടെന്ന് ഈ കാര്യം അതിന്റെ റിസൾട്ട് കാണാം. അപ്പൊ അതാണ് ആറ്റോമിക് ഹാബിറ്റ്സിൽ ജെയിംസ് ക്ലിയർ അതിന്റെ ഓദർ പറയുന്നത് 1% ബെറ്റർ എവരി ഡേ. അതായത് ഫസ്റ്റ് നമുക്ക് അതിന്റെ റിസൾട്ട് ഒന്നും കാണാൻ പറ്റില്ലെങ്കിലും പിന്നെ വെച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നാണല്ലോ അതിന് ലാസ്റ്റ് ആ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് പറയണത് ഒരു സംഭവം പെർഫെക്റ്റ് ആയി ചെയ്യണമെങ്കിൽ പകരം എന്ത് ചെയ്യാം, അത് ഡെയിലി ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഡെയിലി 1% ബെറ്റർ ആക്കുക. ഇന്നലെ ചെയ്തില്ലാറ് ഒരു 1% ഡെയിലി ബെറ്റർ ആക്കുക. മൂന്നാമത്തെയാണ് ഫോർഗെറ്റ് അബൌട്ട് ഗോൾസ്, ഇൻസ്റ്റേഡ് ഫോക്കസ് ഓൺ സിസ്റ്റംസ്. അതായത് ഗോൾസുമ്മ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ സിസ്റ്റത്തുമ്മ ഫോക്കസ് ചെയ്യാൻ. അങ്ങനെ വെച്ചാൽ ഗോൾസ് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്കൊരു എത്താൻ പറ്റിയ ഡെസ്റ്റിനേഷൻ, ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന സ്ഥലത്ത് എനിക്ക് ഇവിടെ എത്താം. അതായത് അതൊക്കെ നമ്മൾ ഗോൾ പറയുന്നതാണ്. ഇന്ന സമയത്തിനുള്ളിൽ എനിക്ക് ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാം. ഗോൾ എന്ന് പറയുന്നതാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ആക്ഷൻസ് ടാസ്ക്സ് ആ സംഭവമാണ് നമ്മൾ അതിലേക്ക് എത്തുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു ബോഡി ഉണ്ടാകണം, നല്ല ജിമ്മ് പോയി ബോഡി ഉണ്ടാകണം. 31 വർഷത്തിനുള്ളിൽ ഇങ്ങനത്തെ ഗോൾ സെറ്റ് ചെയ്തു. നല്ലൊരു ഫാറ്റ് ആയ ഒരാളാണ്, തടികളുടെ ഒരാൾ. എന്ത് ചെയ്തു, ഒരു വർഷത്തിനുള്ളിൽ ഫിറ്റ് ആവണം, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി റെഡിയാക്കണം എന്ന് പറഞ്ഞു. ആ ഗോളും ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതിന് പകരം, അതായത് ഡെയിലി കണ്ണാടിന് മുന്നിൽ ഇങ്ങനെ പോയി നോക്കുന്നതിന് പകരം, ഇതിന്റെ ബോഡി കുറഞ്ഞ് നോക്കുന്നതിന് പകരം എന്ത് ചെയ്യാം, ആ സിസ്റ്റം ഫോക്കസ് ചെയ്യാം. സിസ്റ്റം എന്തൊക്കെ, ഡെയിലി ജിമ്മ് പോവാം, നല്ല ഫുഡ് കഴിക്കുക, നല്ല ഉറക്കം ബോഡി കൊടുക്കുക. ഈ 3 സംഭവത്തിന്മേ നല്ല മൂപ്പര് ഫോക്കസ് ചെയ്താൽ തന്നെ എന്താവും, ഈ ഒരു കൊല്ലം കഴിയുമ്പോഴത്തും മൂപ്പര് എന്താവും ആ ഒരു ഉദ്ദേശിച്ച ആ ഗോളിലേക്ക് എത്തി. അപ്പൊ അതാണ് പറയണത്, എന്ത് ചെയ്യാം, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനുള്ള ഏറ്റവും വലിയ സംഭവമാണ് നമ്മൾ ആ ഗോളിനെ മറക്കുക. വെള്ളം അങ്ങനെ പറ്റ മറക്കാന്നല്ല, ആ ഗോൾ കൂട്ടിട്ട് ആ ഗോളിലേക്ക് എത്തിച്ചിരുന്ന സംഭവങ്ങളുണ്ടല്ലോ അതിമ ഡെയിലി ഫോക്കസ് ചെയ്യുക. ഓക്കെ. ഇപ്പൊ എന്നും കണ്ണാടിയിൽ പോയി ഇങ്ങനെ നോക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ആ ജിമ്മ് നമുക്ക് എങ്ങനെ ബോഡി ഉണ്ടാക്കിയിരിക്കാൻ ആ സിസ്റ്റങ്ങൾ ഉണ്ടാവില്ല, ഒരു ആക്ടിവിറ്റീസ് ആണ്, അതിമ ഫോക്കസ് ചെയ്യാം. നാലാമത്തേണ് ഇൻക്രീസ് ദ ഫിക്ഷൻ. അതായത് നമ്മൾ എന്ത് സംഭവമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫിക്ഷൻ കുറയ്ക്കുക. അതായത് ഇപ്പം നമ്മളിപ്പോ ജിമ്മ് പോകാൻ ആഗ്രഹിച്ചു, അപ്പൊ നിങ്ങളെ വീടിന്റെ കുറെ അടുത്ത് ദൂരെയാണ് ജിമ്മ്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരിക്കലും ജിമ്മിൽ പോകാൻ നിങ്ങൾ ഫസ്റ്റ് 1 മാസം പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മടുക്കരുത് തൊട്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഒന്നൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ വർക്കോ അല്ലെങ്കിൽ കോളേജൊക്കെ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിൽ പഠിപ്പും കാര്യങ്ങളും കഴിഞ്ഞ് വരുന്ന വൈക്ക് ജിം ഉണ്ടാവില്ല, അവിടെ കയറാൻ നോക്കാം. അതായത് ഇത്രേ ഉള്ളൂ, നമ്മളെന്ത് സംഭവം ചെയ്യാനുള്ള നമ്മളും ആ സംഭവം അതിൻ്റെ അടിയിലുള്ള
ഫിക്ഷൻ ഉണ്ടാവില്ല, ആ ദൂരം കാര്യങ്ങളൊക്കെ അതെന്ത് ചെയ്യുക, കുറക്കുക. മനസ്സിലായോ? എന്താ സംഭവം ചെയ്യാനുള്ള ആ ഫിക്ഷൻ, ആ ഒരു സംഭവം കുറക്കുക. ദൂരമുള്ള ജിമ്മിക്കാണ് നമ്മൾ ഡെയിലി രാവിലെ നീച്ച് പോകാനുള്ള പറ്റ ചാൻസ് കുറവാണ്. എന്നാൽ എടുത്തിട്ടാണെങ്കിലോ നമ്മൾ പോകും. ഓക്കെ, ഞാൻ അഞ്ചാമത്തേണ് നമ്മളെ ഇതൊരു ബോണസ് ടിപ്പായിട്ട് ഞാൻ 3 പോയിന്റ് കൂടി പറഞ്ഞുതരാം. ഈ 4 പോയിന്റാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. അതിലൊന്ന് നമ്മൾ കൺസിസ്റ്റൻസി നോട്ട് അബൌട്ട്, പെർഫെക്ഷൻ അബൌട്ട്, ഷോ പ്രയോറിറ്റി. അതായത് പെർഫെക്ഷൻ അല്ല, നമ്മളൊന്നും ചെയ്താൽ മതി. ഡെയിലി 1. രണ്ടാമത്തെ പോയിന്റ് ഡെയിലി 1% ബെറ്റർ ആക്കുക. മൂന്നാമത്തെ ഗോളിനെ ഫോക്കസ് ചെയ്യുന്ന പകരം സിസ്റ്റത്തിനെ ഫോക്കസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യാനുള്ള ഹാബിറ്റിന്റെ ഇടയിലുള്ള ആ ഫിക്ഷന്, ആ ഒരു ദൂരം, ആ ഒരു മടി ഉണ്ടാവുന്ന സംഭവം ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ദൂരം ഉണ്ടായതുകൊണ്ട് ആ സംഭവം കുറക്കുക. ഞാൻ എക്സ്ട്രാ 3 പോയിന്റ് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണോ, ഇപ്പൊ നമ്മളൊരു 1 അല്ലെങ്കിൽ ഒരു 5 വർഷം നമ്മളിപ്പോൾ എന്ത് ചെയ്യണോ അതേക്കാരം നമ്മൾ അടുത്ത 5 വർഷത്തേക്ക് നമുക്ക് എത്തിക്കും. നമ്മളിപ്പോൾ ഡെയിലി ഗോളൊന്നുമില്ല, ഡെയിലി തോന്നുമ്പോൾ എണീക്കും, തോന്നുമ്പോൾ ഫുഡ് കഴിക്കും, ഹെൽത്തിനെ കെയർ ചെയ്യണില്ല, നമ്മൾ നോളജ് ഇമ്പ്രൂവ് ആക്കണില്ല, നമ്മൾ പഠിക്കണില്ല, അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എന്താവും, ഒരു 5 വർഷം കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് തേക്കാൻ. നേരെ മറിച്ച് നമ്മൾ ഡെയിലി 1% ബെറ്റർ ആക്കുകയാണെങ്കിലോ, ഡെയിലി കുറച്ച് നേരം ബുക്ക് വായിക്കുന്നുണ്ട്, ഹെൽത്തിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നല്ല ഉറക്കം കൊടുക്കുന്നുണ്ട്, നേരത്തെ എണീക്കുന്നുണ്ട്, നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു 5 വർഷത്തെ സംഭവങ്ങളായി കാരണം ഇപ്പുറത്തേക്ക് വരാം. ഇത് പറ്റി നമ്മൾ അറ്റോമിക് ഹാബിറ്റ്സിൽ ജെയിംസ് ക്ലിയർ പറയുന്നത് നമ്മൾ ഡെയിലി ഓരോ സംഭവത്തിൽ നമുക്ക് വോട്ട് ചെയ്യണം. നമ്മളിപ്പോൾ നാട്ടിൽ വോട്ട് ചെയ്യുമല്ലോ, അതിൽ കൂടുതൽ വോട്ട് കിട്ടിയ ആളല്ലേ ഈ സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഡെയിലി ഏത് ഹാബിറ്റിനാണോ അല്ലെങ്കിൽ ഏത് സംഭവത്തിനാണോ ഡെയിലി കൂടുതൽ വോട്ട് കൊടുക്കാറാണ് ഡെയിലി കൂടുതൽ ചെയ്യുന്നത്. ഒരാളിപ്പോൾ ഡെയിലി മൂപ്പരെ ഗോളിലേക്ക് മാറ്റിയ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്യാൻ എഴുതിക്കോളി, മൂപ്പര കൊല്ലം കഴിയുമ്പോഴത്തേക്കും ആ ഗോളിലേക്ക് എത്തിയേക്കും. അതായത് നമ്മൾ ഡെയിലി നമ്മൾ എന്ത് സംഭവത്തിനാണ് കൂടുതൽ ഡെയിലി ഓരോ ദിവസം വോട്ട് കൊടുക്കുന്നത് ആ സംഭവത്തേക്ക് നമ്മൾ കുറച്ചുകൂടി എത്താനാണ് പറയുന്നത്. പിന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ഒരു സംഭവം പറഞ്ഞാൽ ഒരിക്കലും നമ്മളെ ബ്ലെയിം ചെയ്യരുത്. അതായത് നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളിങ്ങനെ ഒരു ട്രാക്കൊക്കെ സെറ്റ് ചെയ്ത് പോകും, ഇന്ന ദിവസം ഇന്നത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല, ബാഡ് ഹാബിറ്റ്സുകളൊക്കെ കട്ട് ചെയ്യണം, ഗുഡ് ഹാബിറ്റ്സുകളൊക്കെ ബിൽഡ് ചെയ്യണം എന്നൊക്കെ നമ്മളിങ്ങനെ ഡെയിലി സെറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ട്രാക്കും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത സംഭവമൊക്കെ തെറ്റും. ഇപ്പൊ ഒരിക്കലും നമ്മൾ ബ്ലെയിം ചെയ്യരുത്, എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ട്രാക്കിൽ നിന്ന് തെറ്റിപ്പോയാലും ഒരു ദിവസം 2 ദിവസമൊക്കെ തെറ്റിപ്പോയാൽ എന്താ, വീണ്ടും അതിലേക്ക് തന്നെ കയറാം. അലക്സ് ഹോർമുസി പറയുന്നത് നമ്മൾ ഒരു ദിവസം 2 ദിവസം നമ്മൾ ട്രാക്കിൽ നിന്ന് വിട്ട് പോയതിൽ എല്ലാ പ്രശ്നം, നമുക്ക് എത്രത്തോളം വീണ്ടും എത്ര പെട്ടെന്ന് ആ ട്രാക്കിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നു അത്രയും കാരണം അതിന്റെ ബെനിഫിറ്റ് കിട്ടുക. പിന്നെ ലാസ്റ്റ് ബോണസ് ടിപ്പ് ഞാൻ പറയാം, ഒരിക്കലും നമ്മളെ കുറിച്ച് നമ്മൾ നെഗറ്റീവ് പറയരുത്. അതായത് നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറയാം, എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല, ഞാൻ അത് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അതിനൊരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല, എനിക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മളതിനെ പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അത് മനസ്സിലാക്കിയാണ്ട് നമ്മുടെ ബ്രെയിൻ നമ്മളെന്താണോ പറയുന്നത്, നമ്മളെന്താണ് ചിന്തിക്കുന്നത് അതേമാതിരി ആക്ട് ചെയ്യുള്ളൂ. അപ്പൊ നമ്മളോട് തന്നെ പറയാം, നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ പറയും, എനിക്ക് കൺസിസ്റ്റൻസി ഉണ്ട്, ഞാൻ ഡെയിലി അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ എന്നോട് തന്നെ കുറെ ആൾക്കാർ പറഞ്ഞു എനിക്ക് ലൈഫിൽ കൺസിസ്റ്റൻസി ഇല്ല. നമ്മൾ തന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ എന്താവും, ഓട്ടോമാറ്റിക്കലി ബ്രെയിനെ മനസ്സിലാക്കിയാണ്ട് നമുക്ക് അങ്ങനത്തെ സാധനങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. സോ അപ്പോൾ അത്രയുള്ള വീഡിയോ ഹെൽപ്ഫുൾ ആയി തീർന്നു. അപ്പോൾ സീ യു ഇൻ ദി അനദർ വീഡിയോ.